നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇലക്ട്രൽ ബോണ്ടുകൾ നിലവിൽ വരാനുള്ള സാഹചര്യം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കള്ളപ്പണം തടയാൻ വേണ്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. ദേശീയ മാധ്യമമായ NIAക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരാനുള്ള കാരണങ്ങൾ പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞത്. പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ ഒരിക്കലും ഇതൊരു അഴിമതിയല്ലെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് കള്ളപ്പണം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പദ്ധതി എന്ന ആശയം മാത്രമാണ് ഇതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും മികച്ചത് എന്നൊന്നും പറയുന്നില്ല. ഏതൊരു ചുവടുവെപ്പ് എടുക്കുമ്പോഴും സ്വാഭാവികമായും ചില തെറ്റുകൾ വരും. എന്നാൽ പണം ആര് തന്നു, എവിടെ നിന്ന് വന്നു എന്ന് കൃത്യമായി കണ്ടുപിടിക്കുന്നതിനുള്ള ശക്തി ഇലക്ട്രൽ ബോണ്ടിനല്ലാതെ മറ്റൊരു സംവിധാനത്തിനും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആരോപണം ഉന്നയിക്കുകയും പിന്നീട് അതിൽ നിന്ന് ഒളിച്ചോടുകയുമാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന സംവിധാനം കാരണമാണ് നിങ്ങൾക്ക് പണം വന്ന പാത മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് കമ്പനിയാണ് പണം നൽകിയത്, അവർ എങ്ങനെ കൊടുത്തു, അവർ എവിടെ കൊടുത്തു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈമാറിയത് കൊണ്ടാണ്. മുമ്പത്തെ സംവിധാനമായിരുന്നെങ്കിൽ ഇതൊന്നും നടപ്പിലാകുമായിരുന്നില്ല. ആർക്കും എന്തും കൊടുക്കാം, ചെയ്യാം എന്ന സാഹചര്യമായിരുന്നു. അതേസമയം സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഇലക്ട്രൽ ബോണ്ട് ഇല്ലാതായത് നല്ലതല്ലെന്നും ഇത് കള്ളപ്പണത്തിലേക്കാണ് രാജ്യത്തെ തിരിച്ചു നടത്താൻ പോകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യം പിന്നീട് ഇതിനെക്കുറിച്ചോർത്ത് ദുഃഖിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇലക്ട്രൽ ബോണ്ട് കാരണം BJPക്ക് ലാഭമുണ്ടായെന്ന വാദം ശരിയല്ല. BJP കിട്ടിയ അതേ അളവിൽ തുക NDA സഖ്യകക്ഷികൾക്കും ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളുടെ നടപടി നേരിടുന്ന കമ്പനികൾ BJPയുടെ പേരിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി എന്നതും തെറ്റായ ആരോപണമാണ്. അന്വേഷണ ഏജൻസികളുടെ നടപടിക്ക് ശേഷം സംഭാവന നൽകിയ 16 കമ്പനികളിൽ നിന്ന് തുകയുടെ 37% മാത്രമാണ് BJPക്ക് ലഭിച്ചത്. മറിച്ച് 63% BJPയെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ലഭിച്ചത്. ഈ വസ്തുതയൊന്നും ആരും പുറത്തു പറയുന്നില്ല. നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതിന് തടയിടണം എന്ന് ഒരുപാട് കാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ചെലവഴിക്കുന്നു. ആർക്കും ഇത് നിഷേധിക്കാനാവില്ല. എന്റെ പാർട്ടിയും ചിലവഴിക്കുന്നു. എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളും ചിലവഴിക്കുന്നു. ആ പണം ജനങ്ങളിൽ നിന്ന് വാങ്ങിയേ മതിയാവും. നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടി മികച്ചത് പരീക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നമ്മുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഈ കള്ളപ്പണത്തിൽ നിന്ന് മുക്തമാകും, എങ്ങനെ സുതാര്യത ഉണ്ടാകും? എന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വഴി തേടുകയായിരുന്നു. ഞങ്ങൾ ഒരു ചെറിയ വഴി കണ്ടെത്തി. ഇതാണ് സമ്പൂർണ്ണ മാർഗമെന്ന് ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. എന്നാൽ ഇതിനു മുമ്പ് നിലനിന്നിരുന്നവയിൽ വെച്ച് എത്രയോ മികച്ചതാണ്, മോദി പറഞ്ഞു. ഇതുമായി സംബന്ധിച്ച ബിൽ പാസാക്കിയപ്പോഴും ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടന്നിട്ടുണ്ടെന്നും ഇപ്പോൾ വിമർശിക്കുന്ന പലരും അന്ന് അതിനെ പിന്തുണച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.